ഏവർക്കും നമസ്കാരം. കേരളപ്പിറവി ദിനം ആചരിക്കുന്ന ഈ വത്സരത്തിൽ ആദ്യമേ തന്നെ എല്ലാ കേരളീയർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു. സമ്പദ് സമൃദ്ധിയുടെയും വിദ്യയുടെയും നാടൻ കലകളുടെയും എല്ലാത്തിനുമുപരിയായി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതുമായ ഈ കേരളത്തിലെ നാം ഓരോ മലയാളികളും അഭിമാനിക്കേണ്ട ദിവസമാണ് കേരളപ്പിറവി ദിനം. ഈ വിശിഷ്ട ദിനത്തിൽ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതനും പ്രശസ്തനുമായ ചിത്രകാരനാണ് രാജാ രവിവർമ്മ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ് ഹംസദമയന്തി എന്ന ചിത്രം. സുന്ദരിയായ ഒരു യുവതി അതിമനോഹരമായ ഒരു ഹംസത്തെ വീക്ഷിക്കുന്നതാണ് ഹംസദമയന്തി എന്ന ഈ ചിത്രം. കേരള സംസ്കാരത്തിൻ്റെ തനതായ കലകളിൽ ഒന്നാണ് നളചരിതം ആട്ടക്കഥ. നളചരിതത്തിൻ്റെ പ്രധാന കഥാപാത്രങ്ങളാണ് ദമയന്തിയും നളനും. വിദർഭ രാജ്യത്തെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി. ദമയന്തിയുടെ രൂപസൗഭാഗ്യം ദേവന്മാരെ പോലും ആകർഷിച്ചു. ഈ കാലത്ത് തന്നെ നിഷധ രാജ്യത്തെ രാജാവായ വീരസേനന് നളൻ എന്ന ധർമ്മിഷ്ഠനും പ്രതിഭാധനനുമായ ഒരു പുത്രനുണ്ടായിരുന്നു. ഒരിക്കൽ നളന്റെ അടുത്തെത്തിയ രാജഹംസങ്ങൾ ദമയന്തിയെക്കുറിച്ചും അവളുടെ ഗുണഗണങ്ങളെക്കുറിച്ചും നളനോട് പറയുകയുണ്ടായി. ദമയന്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞ നളന് അവളോട് പ്രണയം തോന്നി. എന്നാൽ അവർ ഇതുവരെ തമ്മിൽ കണ്ടിട്ടില്ല. നളന്റെ പ്രണയത്തെക്കുറിച്ചും നളനെക്കുറിച്ചും ദമയന്തിയോട് പറയുന്നതിനായി തന്നോട് ദമയന്തിയെക്കുറിച്ച് പറഞ്ഞ അതേ ഹംസങ്ങളുടെ സഹായം നളൻ തേടുന്നു. ഇപ്രകാരം ദമയന്തിയുടെ അടുത്ത് ചെന്ന് നളനെക്കുറിച്ചും നളന്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും വർണ്ണിക്കുന്ന ഹംസങ്ങളെ ഏറെ ശ്രദ്ധയോടും അനുരാഗത്തോടും കൂടെ ശ്രവിക്കുന്ന ദമയന്തിയുടെ ചിത്രമാണ് ഹംസദമയന്തി എന്ന പ്രസ്തുത ചിത്രത്തിലൂടെ നാം കാണുന്നത്. ഹംസങ്ങൾ മുഖേനയുള്ള ഇരുവരുടെ പ്രണയവും ശിഷ്ടകാല ജീവിതവും വിശദീകരിക്കുന്ന നളചരിതമാണ് ഹംസദമയന്തി എന്ന ഈ ചിത്രത്തിന്റെ ചരിത്രം. ഈ ചരിത്രം എല്ലാ കാലവും നളചരിതം ആട്ടക്കഥ എന്ന കലയിലൂടെ കേരള മനസ്സുകൾ ഓർക്കുന്നു. കേരളം എന്ന നാട് പിറന്നത് മുതൽ ഈ സമയം വരെ കേരളത്തെ അനുയോജ്യമായ രീതിയിൽ ഭരിക്കുകയും കേരള നവോത്ഥാനം അനിവാര്യമാക്കുകയും ചെയ്ത എല്ലാ ഭരണകർത്താക്കൾക്കും കേരള നവോത്ഥാന നായകന്മാർക്കും 1000 പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മാന്യസദസ്സിന് എന്റെ വിനീതമായ കൂപ്പുകൾ. ഞാനിന്നിവിടെ ഇന്നലെ, ഇന്ന്, നാളെ കേരളം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് എന്റെ ഭാവനയിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് അഥവാ കാലാവസ്ഥ വസന്തത്തിന്റെ നാട് എന്നറിയപ്പെടുന്നതായിരുന്നു നമ്മുടെ കേരളം. കലയുടെയും സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ഈറ്റലുമാണ് നമ്മുടെ കേരളം. പക്ഷെ ഇതെല്ലാം ഇന്ന് വാക്കുകളിലാണ് ഒതുങ്ങുന്നത്. പാചാല സംസ്കാരത്തിന്റെ പിറകെയാണ് എല്ലാവരും ഓടുന്നത്. കൂട്ടുകാരെ, നമ്മുടെ സംസ്കാര സമ്പന്നമായ കേരളത്തിന്റെ പഴങ്കാലത്തേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? പണ്ട് നമ്മുടെ കേരളം അതിസുന്ദരമായിരുന്നു. വിനോദസഞ്ചാരികൾക്ക് യാത്ര നടത്തുവാൻ പറ്റിയ സുന്ദര സ്ഥലം. കളിയും ചിരിയും ഒത്തൊരുമയും നിലനിന്നിരുന്ന ഒരു കാലം. സുന്ദരമല്ലേ കൂട്ടുകാരെ? ആ കാലം കഴിഞ്ഞു. ഇന്ന് ഈ കാലമാണ് ഇന്നത്തെ കാലം. ഇന്നത്തെ കാലത്തിൽ മനുഷ്യർ തങ്ങളുടെ മാലിന്യങ്ങൾ എല്ലാം പൊതുസ്ഥലങ്ങളിലും നദികളിലും ഓളങ്ങളിലും അന്യന്റെ വഹയിലും ഇട്ട് വൃത്തികേടാക്കുന്നു. കണ്ണാടി പോലെ തിളങ്ങിയിരുന്ന ഓളങ്ങളിൽ ഇന്ന് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് വൃത്തിയില്ലാതെ കൂത്താടി വെള്ളമായി മാറിപ്പോയിരിക്കുന്നു. ആരും കാണാത്ത സ്ഥലത്ത് ഇന്ന് മനുഷ്യർ കുപ്പത്തൊട്ടിയാക്കുന്ന സംസ്കാരമാണ് ഇന്നത്തെ സംസ്കാരം. സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ വരെ ശ്രമിക്കുന്ന സംസ്കാരം. ഇനി നാളത്തെ കേരളമാകട്ടെ, ഭരണഘടന ഇതേ ഭരണഘടന ആണെങ്കിൽ കേരളവും കേരള സമൂഹവും ഉണ്ടായിരിക്കും. പക്ഷേ മലയാളവും മലയാള സമൂഹവും ഉണ്ടായിരിക്കുകയില്ല. ഇംഗ്ലീഷിലൂടെ മക്കൾ രക്ഷപ്പെടുമെന്ന് മാതാപിതാക്കൾ വിശ്വാസം കൽപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് മലയാളത്തെ അടുത്ത തലമുറയിൽ നിന്നും അകറ്റും.
ഇനി പ്രകൃതി. പ്രകൃതി എങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിസുന്ദരമായ പ്രകൃതിയാണ്. പക്ഷെ ഇനി നാളത്തെ കേരളമാകട്ടെ ഈ പ്രകൃതി മാറി ഇതിന്റെ സ്ഥാനത്ത് കെട്ടിടങ്ങളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഏവർക്കും എന്റെ കേരളപ്പിറവിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടന്നെത്തി. ഇന്ത്യൻ ചിത്രകലയെ ലോകത്തിലെ ക്യാൻവാസിൽ പ്രതിഷ്ഠിച്ച സർവാതിശയനായ ചിത്രകാരനാണ് രാജാ രവിവർമ്മ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ എണ്ണച്ചായ ചിത്രമാണ് ദർഭമുന കൊണ്ട ശകുന്തള. 1848 ഏപ്രിൽ 29 പുരുരുട്ടായ നാളിൽ ജനിച്ച രവിവർമ്മയ്ക്ക് പുരാണ കഥകളോട് കുട്ടിക്കാലത്തെ വളരെ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞുകൊടുത്ത പുരാണ കഥയിലെ കഥാപാത്രങ്ങൾ രവിവർമ്മ ചിത്രങ്ങളായി ആവിഷ്കരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ദേവതാ സങ്കല്പം ഹൈന്ദവ ഭവനങ്ങൾക്ക് മുഖശ്രീ നൽകി. അദ്ദേഹം വരച്ച സരസ്വതിയും മഹാലക്ഷ്മിയും എന്നും പൂജിക്കപ്പെടുന്നു. മഹാകവി കാളിദാസന്റെ ശാകുന്തളം നാടകത്തിലെ ഒരു ചിത്രരചനയാണ് ഇത്. മഹാഭാരതം ആദിപർവത്തിലെ ശാകുന്തളോപാഖ്യാനമാണ് കാളിദാസൻ നാടകരചനയ്ക്ക് ആധാരമാക്കിയിരിക്കുന്നത്. കൊണ്ടവേണിയൊരു 2-4 അടി നടന്നതില്ലതിനു മുൻപു താൻ കൊണ്ടു ദർഭമുന കാലിലെന്നു വെറുതെ നടിച്ചു നിലകൊണ്ടുതേ കണ്ഠവും ബദാതിരിച്ചു നോക്കിയവൾ വൽക്കലാഞ്ചലമിളച്ചലിൽ കൊണ്ടുടക്കുമെന്നൊരു മട്ടുകാട്ടി വിടുവിച്ചിടുന്നു കപടത്തോടെ. ഈ വരികളുടെ ചിത്രരചനയാണ് പ്രസ്തുത ഭാഗം. ആശ്രമത്തിനടുത്ത് വെച്ച് ദുഷ്യന്ത മഹാരാജാവിനെ കാണുന്ന ശകുന്തളയുടെ മനസ്സിൽ പ്രണയം തോന്നുകയും രാജാവിനെ പിരിയാൻ നേരം തിരിഞ്ഞു നോക്കി എന്നതുമാണ് സന്ദർഭം. ശകുന്തളയെ കുറിച്ച് രാജാവ് വിദൂഷകനോട് പറയുന്നതാണ് പ്രസ്തുത വരികൾ. കാലിൽ ദർഭമുന കൊണ്ടെന്ന് തോന്നുമാറ് തിരിഞ്ഞു നോക്കിയത് രാജാവിനോടുള്ള പ്രണയം കൊണ്ടാണെന്ന് രാജാവ് ആശ്വസിക്കുന്നു. 1898 രവിവർമ്മ വരച്ച ഈ എണ്ണച്ചായ ചിത്രത്തിൽ കാണുന്നത് ശകുന്തളയെയും തോഴിമാരായ അനസൂയയെയും പ്രിയങ്കതയുമാണ്. കഥാസന്ദർഭത്തിലില്ലാത്ത ഒരു കഥാപാത്രത്തെ കൂടി നമുക്കിതിൽ കാണാൻ സാധിക്കും. തികച്ചും രവിവർമ്മയുടെ ഭാവനയായ ആ കഥാപാത്രം കണ്വാമുനിയാണെന്ന് കരുതപ്പെടുന്നു. അതുമാത്രമല്ല, കഥാസന്ദർഭത്തിൽ ശകുന്തളയുടെ വേഷം വൽക്കലമാണ്, എന്നാൽ ചിത്രത്തിലാകട്ടെ സാരി. ഇതും രവിവർമ്മ വരുത്തിയ ഒരു മാറ്റമാണ്. മഹാരാഷ്ട്ര വനിതകളുടെ വേഷമായിരുന്ന സാരി ഇന്ത്യൻ വേഷം എന്ന നിലയിൽ വളർന്നത് രവിവർമ്മ വരച്ച ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ സാരി ധരിച്ചിരുന്നത് കൊണ്ടാണെന്ന് ചിത്രകാരന്മാർ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. കേരളം ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കേരളം, ആ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓരോ മലയാളികളുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. എന്നാൽ ഇന്ന് കേരളം ആ വിളിപ്പേരിന് അർഹരാണോ? അത് നാം ചിന്തിക്കേണ്ടതാണ്. അക്ഷരാർത്ഥത്തിൽ കേരളം ഇന്ന് കൊലപാതകളുടെയും സ്ത്രീ പീഡനക്കാരുടെയും അഴിമതിക്കാരുടെയും എന്തിനേറെ പറയുന്ന സകല കൊള്ളരുതായ്മകളുടെയും മൂർധന്യമായ ഒരു കൂട്ടം കാബാലികരുടെയും നാടായി മാറിയിരിക്കുകയാണ്. സ്നേഹവും ദയയും സഹിഷ്ണുതയും മനസ്സിൽ ഉള്ള ആളുകൾ ഉണ്ടെന്നും മറക്കേണ്ട. എന്നാൽ നാം ഓരോ ദിവസവും കേൾക്കുകയും വായിക്കുകയും കാണുകയും ചെയ്യുന്ന വാർത്തകൾ പകുതി ശതമാനവും മനസ്സലിയിപ്പിക്കുന്നതും കരളലിയിപ്പിക്കുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്നല്ല, ചെകുത്താന്മാരുടെ നാടെന്നാണ് പറയാൻ തോന്നുക. ഇതിനൊക്കെ തികച്ചും വ്യത്യസ്തമായാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നാം കാണുന്നത്. രാജഭരണവും ബ്രിട്ടീഷ് ആധിപത്യം, അടിമത്വം, മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, ഇതൊക്കെ പിന്നെ വിദ്യാഭ്യാസപരമായ പിന്നോക്കത്തിലായിരുന്നു. ദാരിദ്ര്യം, ക്ഷാമം, ഇതൊക്കെ നേരിട്ടതായിരുന്നു കഴിഞ്ഞ കാലഘട്ടം. അപ്പോൾ വരുവാൻ പോകുന്ന കാലഘട്ടം സമ്പൽ സമൃദ്ധിയുടെയും വികസനത്തിന്റെയും യന്ത്രവൽക്കരണത്തിന്റെയും ഒരു സംസ്ഥാനമായി മാറുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നമസ്കാരം. ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്നു അദ്ദേഹം. 1813 ഏപ്രിൽ 16-ാം തീയതി ശ്രീമതി ഗൗരി ലക്ഷ്മി ബായിയുടെയും ശ്രീ രാജരാജവർമ്മ കോയിത്തമ്പുരാന്റെയും മകനായി അദ്ദേഹം ജനിച്ചു. ഗർഭധാരണം മുതൽ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ രാജാവായി കണ്ടിരുന്നു. അക്കാരണത്താൽ ഗർഭശ്രീമാൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചു. ചെറുപ്പമായിരുന്നെങ്കിലും തന്റെ കർത്തവ്യങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കാനുള്ള അഭിരുചി അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാജപദവി ലഭിച്ച ഉടൻ തന്നെ രാജതലസ്ഥാനം കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് മാറ്റിയ അദ്ദേഹം അഴിമതിയോ സ്വജന പക്ഷപാതമോ ഇല്ലാതെ ഭരണം നടത്തി. നിരവധി സ്കൂളുകളും കോളേജുകളും അദ്ദേഹം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന യൂണിവേഴ്സിറ്റി കോളേജും മഹാരാജാസ് ഹൈസ്കൂളും അദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങിയവയാണ്. കലയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന അദ്ദേഹം 400-ലധികം കൃതികൾ രചിച്ചു. തന്റെ കൃതികളുടെ നൃത്താവിഷ്കാരം നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ട വിനോദങ്ങളിലൊന്നായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അദ്ദേഹം 1834 ആദ്യ സ്കൂൾ നിർമ്മിക്കുകയും പുതിയ വിദ്യാഭ്യാസ രീതി നിലവിൽ കൊണ്ടുവരികയും ചെയ്തു. തിരുവനന്തപുരത്ത് സൗജന്യ ആശുപത്രിയും ആദ്യത്തെ പബ്ലിക് ലൈബ്രറിയും അദ്ദേഹം ആരംഭിച്ചു. തിരുവനന്തപുരം മൃഗശാല തുടങ്ങിയതും അദ്ദേഹമാണ്. 1846 ക്രിസ്മസ് ദിനത്തിൽ ഈ മഹാപ്രതിമ അന്തരിച്ചു. ഇന്നും ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി 10 ദിവസം നീണ്ടു നിൽക്കുന്ന സ്വാതി തിരുനാൾ മഹോത്സവം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു വരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് കേരളപ്പിറവിയുടെ ഭാഗമായി നടക്കുന്ന ചിത്രം നോക്കി ചരിത്രം പറയുക എന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ. ഹംസവും ദമയന്തിയും എന്ന ചിത്രത്തിന്റെ ചരിത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജാ രവിവർമ്മ ഈ ചിത്രത്തെ 1899 വർഷം നിർമ്മിച്ചു. രാജാ രവിവർമ്മ ഈ ചിത്രത്തിൽ ദമയന്തി ഹംസത്തോട് നളനുള്ള സന്ദേശം പറയുന്നതായി ചിത്രീകരിക്കുന്നു. ഈ ചിത്രം ഇപ്പോൾ ശ്രീചിത്ര ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിനായി വച്ചിരിക്കുന്നു. മഹാഭാരതത്തിന്റെ വനപർവ എന്ന പുസ്തകത്തിൽ നള ദമയന്തിയുടെ പ്രേമകഥ പറയപ്പെടുന്നു. നല നിഷാദ രാജ്യത്തിന്റെ രാജാവായ വീരസേനന്റെ മകനാണ്. നളൻ ഐശ്വര്യവാനും ബുദ്ധിയും ശക്തിയും നിറഞ്ഞവനുമായിരുന്നു. നളന്റെ രാജ്യം അവന്റെ കീഴിൽ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞതുമായിരുന്നു. ഒരു ദിവസം നളന്റെ കൊട്ടാരത്തിൽ ഒരു നമ്പൂതിരി വരികയും വിദർഭ രാജ്യത്തിന്റെ രാജാവായ ഭീമന്റെ മകളായ ദമയന്തിയെക്കുറിച്ച് പറയുകയും അവളുടെ ചിത്രം വരയുകയും ചെയ്തു. ദമയന്തിയുടെ ചിത്രം കണ്ട നളൻ അവളെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒരു ദിവസം നളൻ ഒരു ഹംസത്തെ പിടിച്ചു. ആ ഹംസം തന്നെ വിടുവിക്കാൻ നളനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നളൻ ആ ഹംസത്തെ ദമയന്തിയുടെ അരികിൽ ചെന്ന് തന്റെ കീർത്തി ആലപിക്കാൻ നിർബന്ധിച്ചു. ആ ഹംസവും ദമയന്തിയുടെ അരികിൽ ചെന്ന് നളന്റെ കീർത്തി ആലപിച്ചു. ഹംസത്തിന്റെ വാക്കുകൾ കേട്ട ദമയന്തി നളനെ നേരിൽ കാണാതെ തന്നെ ഇഷ്ടപ്പെടുവാൻ ആരംഭിച്ചു. അങ്ങനെ ഹംസം ദമയന്തിക്കും നളനുമിടയിൽ സ്നേഹത്തിന്റെ ദൂതനായി തീർന്നു. ദമയന്തിയുടെ പിതാവ് അവൾക്കായി ഒരു സ്വയംവരം പ്രഖ്യാപിച്ചു. ആ സ്വയംവരത്തിൽ ദേവന്മാരും രാജാക്കന്മാരും പങ്കെടുത്തു. ആ സ്വയംവരത്തിൽ നളനും പങ്കെടുക്കാൻ എത്തിയിരുന്നു. ദമയന്തി നളനെ സ്വയംവരത്തിൽ വെച്ച് വിവാഹം ചെയ്തു. ആ സ്വയംവരത്തിൽ ഭൂതമായ കാളിയും പങ്കെടുത്തു. ദമയന്തി നളനെ വിവാഹം ചെയ്തത് അവന് ദേഷ്യമുണ്ടാക്കി. കാളി നളന്റെ ബലഹീനത അറിയാൻ 12 വർഷം അവനെ പിന്തുടർന്നു. കാളിയും നളന്റെ സഹോദരനായ പുഷ്കരനും ചേർന്നു പകിട വഴി നളന്റെ രാജ്യം സ്വന്തമാക്കി. നളൻ ദമയന്തിയെയും കൂട്ടി കാട്ടിൽ വാസമുറപ്പിച്ചു. അവിടുന്ന് കാളിയുടെ പിടിയിലായിരുന്ന നളൻ ദമയന്തിയെ വിട്ട് പോകുകയും കരകൂടക എന്ന സർപ്പത്തിന്റെ ദംശനം ഏൽക്കുകയും ചെയ്തു. സർപ്പത്തിന്റെ ദംശനമേറ്റതിനാൽ നളന്റെ രൂപം മാറുകയും ചെയ്തു. ആ സർപ്പം അവന് ഒരു വസ്ത്രം നൽകി. ആ വസ്ത്രം ധരിക്കുമ്പോൾ അവന്റെ സത്യമായ രൂപം കിട്ടും എന്ന് നളൻ അറിയുകയും ചെയ്തു. അവൻ ഋതുപരണന്റെ കീഴിൽ അഭയം തേടി. ദമയന്തിയെ അവളുടെ പിതാവ് കണ്ടെത്തുകയും ദമയന്തി ബുദ്ധിപൂർവം നളനെ കണ്ടെത്തുവാൻ ഒരു സ്വയംവരം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ നളൻ വരികയും അവർ തമ്മിൽ കാണുകയും ചെയ്തു. ഇതാണ് ഹംസവും ദമയന്തിയും എന്ന ചിത്രത്തിന്റെ പിന്നിലുള്ള മഹാചരിത്രം. നന്ദി. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ആധുനിക തിരുവിതാംകൂറിലെ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ചരിത്രം. കഥയെയും കലാകാരന്മാരെയും ഏറെ സ്നേഹിച്ച സ്വാതി തിരുനാൾ 1813 ജനിച്ചത്.
രാമവർമ്മ എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിൽ സംഗീതജ്ഞൻ, കേരള സംഗീതത്തിൻ്റെ ചക്രവർത്തി എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലമെന്ന് അറിയപ്പെടുന്നു. 1834 തിരുവനന്തപുരത്ത് ഇദ്ദേഹം ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുകയും 1836 ഇത് രാജാസ് ഫ്രീ സ്കൂളായി മാറുകയും പിന്നീട് 1866 ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജാക്കി മാറ്റുകയും ചെയ്തത് ഇദ്ദേഹമാണ്. സ്വാതി തിരുനാൾ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് 1836 നടന്നത്. 1837 ആധുനിക ലിപി വിളംബരം ചെയ്തത് കൂടാതെ വാനനിരീക്ഷണ കേന്ദ്രം, നക്ഷത്ര ബംഗ്ലാവ് എന്നിവ സ്ഥാപിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്താണ്. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്, തിരുവിതാംകൂർ സൈന്യത്തിന് നായർ പട്ടാളം എന്ന് പേര് നൽകിയത് ഇദ്ദേഹമാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ രാജാവ് സ്വാതി തിരുനാളാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ടാണ് സ്വാതി എന്ന് പേര് ലഭിച്ചത്. പ്രാകൃതമായ ശിക്ഷാരീതികൾ നിർത്തലാക്കിയ രാജാവാണ് ഇദ്ദേഹം. 20-ലധികം ഭാഷകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികളാണ് ഭക്തിമഞ്ജരി, ഉത്സവ പ്രബന്ധം, പത്മനാഭരതകം, സ്വാനന്തപുരവർണ്ണ പ്രബന്ധം എന്നിവ. 33-ാം വയസ്സിൽ അദ്ദേഹം നാടു നീങ്ങിയെങ്കിലും ഇന്നും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വലുതാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു രവിവർമ്മ ചിത്രത്തിനെ കുറിച്ചാണ്. ആ രവിവർമ്മ ചിത്രം എന്തെന്നാൽ സീത രാവണന് ദാനം കൊടുക്കുന്ന ചിത്രമാണ്. ആ ദാനം കൊടുക്കാനുള്ള ആ സന്ദർഭമാണ് ഞാനിന്നിവിടെ വിവരിക്കാൻ പോകുന്നത്. രാമൻ്റെ വനവാസക്കാലം. കൂടെ സീതയും ലക്ഷ്മണനുമുണ്ട്. അങ്ങനെ ഒരു ദിവസം സീത കുടിലിൻ്റെ പുറത്തു വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവളെ ഒരു മാൻ ഓടുന്നത് കണ്ടു. അവൾക്ക് ആ മാനിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ മാനിനെ അവൾക്ക് തന്നെ വേണമെന്ന് അവൾ ആഗ്രഹിച്ചു. അവൾക്കത് സ്വന്തമാക്കണമെന്ന് തോന്നി. അപ്പോൾ അവൾ ഈ കാര്യം രാമനോട് പറഞ്ഞു. രാമൻ പറഞ്ഞു, ആ മാൻ പോകുന്നെങ്കിൽ പൊക്കോട്ട്, നിനക്ക് എന്തിനാണ് ആ മാനിനെ കിട്ടിയിട്ട് എന്ന് ചോദിക്കുക. അത് മനസ്സിലാക്കാനും ശ്രമിച്ചു. ആ മാനിനെ വേണ്ട എന്ന് അവൾ മനസ്സിലാക്കാനും ശ്രമിച്ചു. പക്ഷേ സീതയ്ക്ക് ആ മാനിനെ വേണമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ സീതയുടെ നിർബന്ധത്താൽ രാമൻ ആയുധങ്ങളും എടുത്തുകൊണ്ട് ആ മാനിനെ പിന്തുടർന്നു. ആ മാനിനെ പിന്തുടരുകയും ആ മാനിനെ വധിക്കുകയും ചെയ്തു. ആ മാനിനെ വധിക്കുന്ന സമയത്ത് സീത എന്നൊരു വിളി വിളിച്ചുകൊണ്ടാണ് ആ അസുരൻ മരണമടഞ്ഞത്. ഈ വിളി കേട്ട സീത വിഷമിച്ചു. രാമൻ എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് പല ചിന്തകൾ അവളുടെ മനസ്സിൽ കടന്നു വന്നു. അവൾ ഈ കാര്യം ലക്ഷ്മണനോട് പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠനൊന്നും പറ്റിക്കാണില്ല, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് ജ്യേഷ്ഠയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സീതയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ല. അങ്ങനെ അവൾ പറഞ്ഞു, അന്വേഷിച്ച് പോയേ മതിയാകൂ എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ പോകാം, പക്ഷെ ഞാനൊരു രേഖ വരയ്ക്കും, ആ രേഖയുടെ അപ്പുറം മറികടക്കരുതെന്ന് പറഞ്ഞു. സീത അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ലക്ഷ്മണൻ പോയ തക്കത്തിൽ രാവണൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വരികയും ദാനം ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ദാനം കൊടുക്കാനായി ആ ബ്രാഹ്മണനെ ആ രേഖയ്ക്കുള്ളിൽ സീത വിളിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് അതിൻ്റെ അകത്ത് കിടക്കാൻ സാധിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്ത് വരാമല്ലോ, അത് എനിക്കും വരാൻ സാധിക്കില്ല. അങ്ങനെ ആ ബ്രാഹ്മണന്റെ നിർബന്ധത്താൽ സീത പുറത്തു കിടക്കുകയും ആ ബ്രാഹ്മണൻ പെട്ടെന്ന് വേഷം മാറി രാവണന്റെ രൂപത്തിൽ വന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാനിവിടെ നിൽക്കുന്നത് കേരളം ഇന്നലെ ഇന്നും നാളെ എന്ന വിഷയത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ്.
പ്രകൃതി കണിഞ്ഞു നൽകിയ സമ്പത്തും അഴകും അപൂർവതകളും കൊണ്ട് ദൈവത്തിന്റെ നാട് എന്ന പേരിന് അർത്ഥമായിരിക്കുന്നു നമ്മുടെ കേരളം. സാംസ്കാരികതയും പൈതൃകവും പാരമ്പര്യവും ഇങ്ങനെ മനോഹരമായ കേരളത്തെ സ്വന്തം നാട് എന്ന പേരിന് അർത്ഥമായിരിക്കുന്നു. എന്നാൽ ഇന്ന് ആ വിളിപ്പേരിൽ അർഹതയുണ്ടോ? മാനവർ ഒന്നായി വാണിരുന്ന കള്ളവും ചതിയും ഇല്ലാത്ത നാടിന്ന് സ്വപ്നങ്ങളിൽ നിന്ന് അകലുന്ന അവസ്ഥ. അക്ഷരാർത്ഥത്തിൽ കേരളം ഇന്ന് കൊലപാതകങ്ങളുടെയും അഴിമതിക്കാരുടെയും സ്ത്രീ പീഡനക്കാരുടെയും എന്തിനേറെ പറയുന്നു സകല കൊള്ളരുതായ്മകളുടെയും മൂർത്തിഭാവമായ ഒരു കൂട്ടം കാവലുകന്മാരുടെയും നാടായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ പീഡന വാർത്തകളും കൊലപാതകങ്ങളും വിളിച്ചു പറയുന്ന സ്വാമി വിവേകാനന്ദൻ വിശേഷിച്ചതുപോലെ കേരളം ഒരു ഭ്രാന്താലയം എന്ന് തന്നെയാണ്. പുതിയ കാലം പുതിയ സംസ്കാരം പുതുമ കേരളത്തെ വാരി പുണരുമ്പോൾ നഷ്ടപ്പെടുന്നത് കേരളത്തിന്റെ സംസ്കാരത്തെയും തനിമയും മഹിമയുമാണ്. സമസ്ത മേഖലകളിൽ മാറ്റത്തിന് വിധേയമാകുമ്പോൾ നാഗരികതയുടെ നൂലിൽ പാറിപ്പറക്കുന്ന പട്ടങ്ങളായി തീർന്ന കുട്ടികൾ യന്ത്രത്തിൽ മാത്രം ഒതുക്കി ചങ്ങാട്ടം കൂട്ടിയില്ലാതെ കുട്ടിയിലാക്കപ്പെട്ട ബാല്യം ഇവയാണ് കേരളത്തിലെ വരും തലമുറയുടെ അവസ്ഥ. ഭരണഘടന ഇന്നലത്തെ നിലനിൽക്കുന്നതിനോളം കാലം കേരളവും കേരള സമൂഹവും ഉണ്ടാകും. എന്നാൽ മലയാള സമൂഹം ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിലൂടെ മാത്രമേ മക്കൾക്ക് രക്ഷപ്പെടാനാകൂ എന്ന മാതാപിതാക്കളുടെ വിശ്വാസം പുതിയ തലമുറയെ മലയാളത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം മലയാളം ഉണ്ടായെന്ന് വരില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന ഭാഷയ്ക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. നാളെ ഇനി എന്തിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു? കേരളീയത മറയപ്പെട്ട കേരളം, മലയാളം മറന്ന മലയാളി, ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരും.